കേരള PSCയിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചു കാണാറുള്ള പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ ജന്മസ്ഥലങ്ങളും നമുക്ക് കോഡുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ ഒന്ന് പഠിച്ചെടുത്താലോ. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പോൾ കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നോക്കൂ, സാമൂഹ്യ പരിഷ്കർത്താക്കളും ജന്മസ്ഥലങ്ങളും PSCയിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചു കാണാറുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്. എവിടെയാണ്? ചെമ്പഴന്തിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവിന് വിഷ്ണുവിന്റെ, നാരായണന്റെ ചന്തമായിരുന്നു എന്നോർക്കാം. നാരായണന്റെ ചന്തം, അല്ലെങ്കിൽ എന്ത് പറയാം, അഴക്. ചന്തം, അഴക്. അപ്പൊ ചന്തം എന്നതിൽ നിന്ന് ചെമ്പഴന്തി എന്ന് കണക്ട് ചെയ്യാലോ, ഇല്ലെങ്കിൽ അഴക് എന്നോർത്താലും നമുക്ക് ചെമ്പഴന്തി എന്ന് കണക്ട് ചെയ്ത് പോവാം. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്. നാരായണന്റെ അഴകായിരുന്നു എന്നോർക്കാം. നാരായണന്റെ അഴകായിരുന്നു അല്ലെങ്കിൽ ചന്തമായിരുന്നു എന്നോർക്കാം. ഇനി ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ചോദിച്ചാൽ അത് കണ്ണമ്മൂലയാണ്. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ കണ്ണ് കണ്ടാൽ അറിയാം എന്താണ്, ചട്ടമ്പിയാണ് എന്നോർക്കാം. കണ്ണ് കണ്ടാൽ അറിയാം എന്താണ്, ആൾ കുറച്ച് ചട്ടമ്പിയാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ചോദിച്ചാൽ കണ്ണമ്മൂലയാണ്. കണ്ണ് എന്നതിൽ നിന്ന് കണക്ട് ചെയ്ത് വെക്കാലോ, കണ്ണമ്മൂല. കണ്ണ് കണ്ടാൽ അറിയാം ആള് ചട്ടമ്പിയാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ചോദിച്ചാൽ അത് കണ്ണമ്മൂലയാണ്. ഇനി അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ്? വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? 100 കാളികൾക്ക് തുല്യമാണ് എന്നോർക്കാം. 100 കാളികൾക്ക് തുല്യമാണ്. 100 എന്നതിൽ നിന്ന് വെങ്ങാനൂര് എന്ന് കണക്ട് ചെയ്യാലോ. അയ്യങ്കാളി എങ്ങനെ ഓർക്കാം? 100 കാളികളുടെ ശക്തിയാണ്, അല്ലെങ്കിൽ 100 കാളികൾക്ക് തുല്യമാണ് എന്നും ഓർത്തിരിക്കാം. അപ്പൊ അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂരാണ്. ഇനി വൈകുണ്ഠ സ്വാമികളുടെ ജന്മസ്ഥലം ചോദിച്ചാൽ എവിടെയാണ്? ശാസ്താംകോയിലാണ്. ശാസ്താംകോയിൽ അല്ലെങ്കിൽ സ്വാമിത്തോപ്പ് എന്നും കാണാം കേട്ടോ. ശാസ്താംകോയിൽ അല്ലെങ്കിൽ സ്വാമിത്തോപ്പ്. ഓപ്ഷനിൽ ശ്രദ്ധിക്കുക, ശാസ്താംകോയിൽ അല്ലെങ്കിൽ സ്വാമിത്തോപ്പ് എന്ന് കാണാം. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠത്തിൽ ആരാണ്? ശാസ്താവാണ് ഇരിക്കുന്നത് എന്നോർക്കാം. വൈകുണ്ഠത്തിൽ ആരാണ്? ശാസ്താവാണ്. വൈകുണ്ഠത്തിൽ ശാസ്താവാണ്. ഇനി കുമാരഗുരുദേവൻ. കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം ചോദിച്ചാൽ ഇരവി പേരൂരാണ്. എങ്ങനെ ഓർക്കാം? കുമാരന് പേരിട്ടു. എങ്ങനെ ഓർക്കാം? കുമാരന് പേരിട്ടു. എന്താണ്? ഇരവി എന്നോർക്കാം. കുമാരന് പേരിട്ടു ഇരവി. ഇരവി പേരൂർ എന്ന് കണക്ട് ചെയ്യാലോ. കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം ഇരവി പേരൂരാണ്. ഇനി കുമാരനാശാന്റെ ജന്മസ്ഥലം ചോദിച്ചാൽ അത് കായിക്കരയാണ്. കുമാരനാശാന്റെ ജന്മസ്ഥലം എവിടെയാണ്? കായിക്കര. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ കുമാരനാശാൻ എഴുതുന്ന കവിതകൾ എന്തിനെ കുറിച്ചാണ്? കായലിനെ കുറിച്ചും കരയെ കുറിച്ചുമാണ് എന്നോർക്കാം. കായല്, കര. കുമാരനാശാൻ എഴുതുന്ന കവിതകളുടെ ടോപ്പിക് എന്താണ്? കായൽ, കര. അപ്പൊ അതിൽ നിന്ന് കായിക്കര എന്ന് കണക്ട് ചെയ്യാലോ. ഇനി സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലം ചോദിച്ചാൽ ചെറായിയാണ്. സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലം ചെറായിയാണ്. എങ്ങനെ ഓർക്കാം? ചെറിയ സഹോദരൻ എന്നോർക്കാം. ചെറിയ സഹോദരൻ. ചെറിയ എന്നതിൽ നിന്ന് ചേറായി എന്ന് കണക്ട് ചെയ്യാലോ. ഇനി വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം പാട്യമാണ്. എവിടെയാണ്? പാട്യമാണ്. വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം ചോദിച്ചാൽ പാട്യമാണ്. അപ്പോ വാക്കുകൾ വെച്ചു പാടി എന്നോർക്കാം അല്ലെ. വാക്കുകൾ കൊടുത്താൽ എന്താണ്? ഓരോ വാക്ക് വെച്ചിട്ടും ആര് പാടും? നമ്മുടെ വാഗ്ഭടാനന്ദൻ വാക്ക് വെച്ച് പാടി. പാടി എന്നതിൽ നിന്ന് പാട്യം കണക്ട് ചെയ്യാലോ. വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം പാട്യമാണ്. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛന്റെ ജന്മസ്ഥലം ചോദിച്ചാൽ എവിടെയാണ്? കൈനകരിയാണ്. കൈനകരിയിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛന്റെ ജന്മസ്ഥലം. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ കൈനകരി എന്ന് പറയുമ്പോൾ നമുക്ക് കൈ എന്ന് കണക്ട് ചെയ്ത് പോവാം. കയ്യിൽ എലി എന്നോർക്കാം. കയ്യിൽ എലി. എലി എന്നതിൽ നിന്ന് ഏലിയാസ് കണക്ട് ചെയ്യാലോ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛന്റെ ജന്മസ്ഥലം ചോദിച്ചാൽ കൈനകരിയാണ്. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ.